പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധിയിൽ ലോക്സഭയിൽ പ്രസ്താവന നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹോർമുസ് വഴിയുള്ള ഇന്ധന നീക്കത്തിന് പ്രതിസന്ധി നേരിടുന്നു. മുൻപ് നേരിട്ടിട്ടില്ലാത്ത വെല്ലുവിളികളാണ് രാജ്യം നേരിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലും കൃഷിയിലും പ്രത്യാഘാതമുണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സംഘർഷം അവസാനിക്കണമെന്ന് ആവശ്യപ്പെട്ട് പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യത്തലവന്മാരുമായി സംസാരിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. हमारी सरकार का ये प्रयास रहा है कि पेट्रोल, डीजल और गैस की सप्लाई बहुत ज्यादा प्रभावित न हो, देश के सामान्य परिवारों को परेशानी भी कम से कम हो, इस पर हमारा फोकस रहा है। हम सभी जानते हैं देश अपनी जरूरत की 60% एलपीजी आयात करता है। इसकी सप्लाई में अनिश्चितता के कारण सरकार ने एलपीजी के डोमेस्टिक उपयोग को प्राथमिकता दी है। ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, വലിയ രീതിയിലുള്ള വെല്ലുവിളി നേരിടുന്നുണ്ട് രാജ്യം. അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് ഇപ്പോഴുണ്ടായത്. അതും ഇത്രയും നാൾ ഈ സംഘർഷം നീണ്ടു നിൽക്കുമെന്ന് ഇന്ത്യ മാത്രമല്ല ലോകരാജ്യങ്ങളൊന്നും തന്നെ അതിപ്പോൾ ഈ പറയുന്ന ട്രംപ് തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ലോകരാജ്യങ്ങളിലെ പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും പറയുന്നുണ്ട് പ്രധാനമന്ത്രി. സ്മിത, അമൽ, ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യയിലുണ്ടാക്കിയ ആഘാതം, ഇതോടൊപ്പം തന്നെ ഈ സംഘർഷത്തിന്റെ സാഹചര്യം, ഇതിനായി രാജ്യം സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്നീ 3 കാര്യങ്ങൾ സംബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രസ്താവന നടത്തിയത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് സാഹചര്യങ്ങൾ അവലോകനം ചെയ്തിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പാർലമെന്റിൽ ഉണ്ടാകുന്നത്. ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി രാജ്യം നേരിടുന്നതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കൊപ്പം തന്നെ ഈ മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ അത് ഉറപ്പുവരുത്താൻ ഈ മേഖലയിലുള്ള രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ചുവെന്നും 3,75,000-ഓളം ഇന്ത്യക്കാർ ഇതുവരെ മടങ്ങിയെത്തിയെന്നും ഒപ്പം തന്നെ നിലവിൽ ഈ മേഖലയിലുള്ള ഇന്ത്യക്കാർക്ക് സഹായം എത്തിക്കാൻ ഇന്ത്യൻ എംബസികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള ഇന്ധന നീക്കം പ്രധാനമായും ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ ഗതാഗതം സാധ്യമല്ലാതിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. എങ്കിൽ പോലും ഇന്ത്യയുടെ ചില കപ്പലുകൾ ഈ മേഖലയിലൂടെ കടന്നു വന്നിട്ടുണ്ട്. രാജ്യത്തെ നിലവിൽ ഊർജ്ജസ്ഥിതി 53 ലക്ഷം മെട്രിക് ടൺ ഇന്ധനം, കരുതൽ ഇന്ധനം നിലവിൽ രാജ്യത്തുണ്ട്. എങ്കിൽ പോലും LPG-യുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി വെല്ലുവിളി നേരിടുന്നുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഈ പ്രതിസന്ധി ബാധിക്കാതിരിക്കാനായിരിക്കും നിലവിൽ മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നത്. ഗാർഹിക LPG-യുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ രാജ്യത്തെ സാധാരണക്കാരെ ഈ ഒരു പ്രതിസന്ധിയുടെ ആഘാതം ഏൽപ്പിക്കാതിരിക്കാൻ ഉള്ള നടപടികൾക്കാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നും ഇതിനായി ഒരു അന്തർമന്ത്രാലയ സമിതി നേരത്തെ തന്നെ രൂപീകരിച്ച് ഈ സമിതി സാഹചര്യങ്ങൾ സൂക്ഷ്മമായി അവലോകനം ചെയ്യുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ നൽകുന്നുമുണ്ട് എന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് കർഷകരെ ഈ ഒരു സംഘർഷം ബാധിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും നിലവിൽ ഈ ഖാരിഫ് വിളകളെ ബാധിക്കാത്ത തരത്തിൽ യൂറിയ രാജ്യത്ത് നിലവിൽ സ്റ്റോക്കുണ്ട് എന്നും രാജ്യത്തെ ആഭ്യന്തര യൂറിയയുടെ ഉൽപാദനം കഴിഞ്ഞ കാലങ്ങളിൽ വർദ്ധിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. ഇതുകൂടാതെ വൈദ്യുത നിലയങ്ങളെ ബാധിക്കാതിരിക്കാനായി കരുതൽ കൽക്കരി ശേഖരം മതിയായ തരത്തിൽ തന്നെ രാജ്യത്ത് താപവൈദ്യുത നിലയങ്ങൾക്ക് ആവശ്യമായ തരത്തിൽ സ്റ്റോക്കുണ്ട് എന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യം പാരമ്പര്യേതര ഇന്ധനങ്ങളിലേക്ക് മാറിയത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ സഹായമായതായും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ സംഘർഷം നയതന്ത്രത്തിലൂടെ മാത്രമേ അവസാനിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് എന്നും ഈ ഗൾഫ് മേഖലയിലെ രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ചപ്പോൾ താൻ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇത് ഒരു മുൻ അനുഭവമില്ലാത്ത പ്രതിസന്ധി ഘട്ടമാണ്, കോവിഡിന് സമാനമായ ഒരു സാഹചര്യമാണ് എന്നും രാജ്യം ഒറ്റക്കെട്ടായി ഈ ഒരു പ്രതിസന്ധിയെ നേരിടണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ കരിഞ്ചന്തയും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി തന്റെ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു.
ബൽറാം, ഇതിനോടൊപ്പം തന്നെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പറയുന്നു ശത്രു രാജ്യങ്ങൾക്ക് മാത്രമാണ് അവിടെ അവരെ മാത്രമേ കടത്തിവിടാതിരിക്കൂ. അത് പ്രത്യേകിച്ച് നമുക്കറിയാം US-ഉം ഇസ്രായേലുമാണ്. ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങൾക്ക് സൗഹൃദമുള്ള രാജ്യങ്ങളാണ്, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും ഹോർമുസിലൂടെയുള്ള എണ്ണ നീക്കത്തിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ആവട്ടെ, ഗ്യാസ് ആകട്ടെ, ഒപ്പം തന്നെ ഫെർട്ടിലൈസർ വളങ്ങളാകട്ടെ, അത് വരുന്നതിന് പ്രതിസന്ധി ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യവും പ്രധാനമന്ത്രി വീണ്ടും പറയുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലൊരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്മിത, തീർച്ചയായും ഈ ഹോർമസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണം അതിനെ പ്രധാനമന്ത്രി ഈ പ്രസ്താവനയിൽ അപലപിച്ചിട്ടുണ്ട്. ഈ ശത്രു രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ ഹോർമസ് കടലിടുക്ക് വഴി കടക്കുന്നതിന് പ്രതിസന്ധിയുള്ളത് എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിലിപ്പോൾ ഈ മേഖല സംഘർഷഭരിതമാണ്. ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ചില ഇന്ത്യൻ കപ്പലുകൾ ഈ വഴി മുറിച്ചു കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. എങ്കിൽ പോലും വലിയൊരളവ് കപ്പലുകൾ ഇപ്പോഴും ഏതാണ്ട് 20-ലേറെ കപ്പലുകൾ ഈ പടിഞ്ഞാറൻ മേഖലയിൽ, ഹോർമസ് കടലിടുക്കിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്, അവിടെ തുടരുകയാണ്. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ വലിയ ഇന്ധനശേഖരവുമായി വരുന്ന കപ്പലുകൾക്ക് അത് മുറിച്ചു കടക്കുക എന്നുള്ളത് വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. ഏത് സമയത്തും ഒരു ആക്രമണം ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യമാണ് അവിടെ തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൂടെയുള്ള ഗതാഗതം അത് US-ഉം ഇസ്രായേലും മാത്രം ഭയപ്പെട്ടാൽ മതിയെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ സംബന്ധിച്ചിടത്തോളവും ഈ സംഘർഷം തുടരുന്നതിനാൽ അത് മുറിച്ചു കടക്കുക എന്നുള്ളത് ഏറെ പ്രതിസന്ധി ഉള്ളതാണ്. അല്ലാത്ത പക്ഷം ഇറാനിൽ നിന്നും ഒരു ഉറപ്പ് അത് നയതന്ത്ര തലത്തിലോ മറ്റേതെങ്കിലും വിധത്തിലോ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമല്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. നിലവിൽ രാജ്യം ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ നേരത്തെ 27 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ധനം ഇറക്കുമതി ചെയ്തിരുന്നത് എങ്കിൽ നിലവിൽ ഇപ്പോൾ ഈ സംഘർഷം ആരംഭിച്ച ശേഷം അത് വൈവിധ്യവൽക്കരിച്ച് 41 രാജ്യങ്ങളിൽ നിന്നും നിലവിൽ ഇപ്പോൾ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.